വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു സാധനത്തിൻ്റെ കഥ പറഞ്ഞുതരാം. ഈ സാധനമാണ് കുണ്ടക്കിഴങ്ങ്. ഞങ്ങൾ കാസർഗോഡിന് കുണ്ടക്കിഴങ്ങാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലെല്ലാം എന്ത് പറയുന്നതെന്ന് എല്ലാവർക്കും കമൻറ്റ് ചെയ്യട്ടോ. ഇന്ന് രാവിലെ എന്നോട് ഉമ്മ പറഞ്ഞ് നമ്മുടെ വളപ്പിൽ കുറേ കുണ്ടക്കിഴങ്ങ് ഓടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കേട്ട് കുണ്ടക്കിഴങ്ങ് അതെന്ത്, അങ്ങനെ അത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വളപ്പിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് പോയി. അപ്പാണ് ഉമ്മ പറഞ്ഞ് അതിനെ ഞാൻ കളിച്ചിട്ടെടുത്ത്. ഇതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടുന്ന് കുറേ ഉമ്മ കളിച്ചിട്ടെടുത്ത് കുറേ കിട്ടിയേട്ടാ. കുറേ അതിൻ്റെ വള്ളിയാണ് ഈ കാണുന്നത്. അതിങ്ങനെ മേലോട്ട് പോയിട്ടാണ് അത് മേലും പിടിക്കും മണ്ണീൻ്റെ അടിയിലും പിടിക്കുന്നത്. അങ്ങനെ ഞാനത് നോക്കിയിട്ട് നടന്നത്. അപ്പാണ് ഇപ്പുറത്തെ വേറൊരു മരത്തിലേക്ക് ഇങ്ങനെ പടർന്നിട്ട് പോയിട്ടുള്ളത്. ആ കാണുന്നതാണ്, ആ തൂങ്ങി കാണുന്നതാണ് അതിൻ്റെ കിഴങ്ങ്, കുണ്ടക്കിഴങ്ങ്. അത് വള്ളിയിലും പിടിക്കും മണ്ണിൻ്റെ അടിയിലും പിടിക്കും, രണ്ടായിട്ട് പിടിക്കും. ആ സാധനമാണ് കിഴങ്ങ്. അതിങ്ങനെ വള്ളിയിൽ ഇങ്ങനെ തൂങ്ങിയിട്ട് കിടക്കും. അങ്ങനെ ഞങ്ങൾ എന്താക്കി അതിനെല്ലാം പറിച്ചിട്ട് നല്ലൊരു കറി വെക്കാൻ വിചാരിച്ച്. അങ്ങനെ കുറേ കിട്ടീനവ, കുറച്ചൊന്നല്ല, ഒരു കോളം കിട്ടീന്. അങ്ങനെ ഞങ്ങൾ അതിനെല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് മുറിച്ചിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് അതിനെ ഓരോ കഷ്ണങ്ങളാക്കിയിട്ട് കണ്ടാക്കി അതിനെ കറി വെച്ച്. എല്ലാ രോഗത്തിനും നല്ലത്, ക്യാൻസർ, ഷുഗർ, എല്ലാത്തിനും നല്ലത്. അതിൻ്റെ അടിയിലുണ്ടായ സാധനമാണ് ഈ കാണുന്നത്. നല്ലോണം വലുതായിട്ടുണ്ടായി. നമ്മൾ ഇപ്പോൾ അവ കണ്ടിന് മുന്നേ അറിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനത്തെ ഒരു സാധനമുണ്ട്. അങ്ങനെ ഉമ്മ കുറേ അതിൻ്റെ പണിയെടുത്ത് മണ്ണിനെ കളിച്ച് ഇത്ര കിട്ടീനവ. ഇത് ഇങ്ങനെ തൂങ്ങിയിട്ട് എല്ലാം ഉണ്ടായത്, മരത്തിലേക്ക് ഇങ്ങനെ പടർന്നിട്ടുണ്ടായ ഒരു ചാക്കോളം കിട്ടീന്. അതിന് ഉമ്മാലി നമുക്ക് ഇന്ന് ഉച്ചക്ക് കറി വെക്കണം. അങ്ങനെ നല്ലപോലെ മുറിച്ചിട്ട് കയറ്റി അതിനെ വേവിച്ചിട്ടെടുത്ത് ഉപ്പും മുളകെല്ലാം ഇട്ടിട്ട് അതിനെ വേവിച്ചിട്ടെടുത്തിട്ട് അതിലേക്ക് തേങ്ങ അരച്ചിട്ട് കൂട്ടിയിട്ട് നല്ല ചാറാക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിനവ. പക്ഷേ ഈ കിഴങ്ങിനല്ലെങ്കിൽ ഉപ്പ് കുറച്ച് കുറവാണ്. അപ്പം നിങ്ങൾ വേണ്ടത്ര ഉപ്പ് നോക്കിയിട്ട് ഇട്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആവും. അങ്ങനെ ചാറാക്കിയിട്ട് കൂട്ടിയിട്ട് നല്ല മിക്സാക്കിയിട്ട് അതിലേക്ക് വെളുത്തുള്ളി കുത്തിയിട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ചിട്ട് മൂടിയിട്ട് വെച്ച്. അപ്പം അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് വന്നു. ഇത്ര തന്നെയാവേ ഇതിൻ്റെ റെസിപ്പി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ വറവാക്കാം, ഫ്രൈ ആക്കാം. കോൺഫ്ലവർ എല്ലാം ഇട്ടിട്ട് നല്ല പെരക്കിയിട്ട്, മൈദയിലെല്ലാം പെരക്കിയിട്ട് നല്ല തേങ്ങാച്ചുമ്പാലെല്ലാം കാച്ചങ്ങ് നല്ല ഉണ്ടാവും. ഇതിപ്പോൾ നോക്കിയാൽ നല്ല തളിച്ചിട്ട് വന്നു. എന്തോ ഒരു ടേസ്റ്റ്. എല്ലാവരും ഉണ്ടാക്കി നോക്കാവേ. നിങ്ങളുടെ നാട്ടിൽ അതിന് എന്ത് പറയുന്നെന്ന് കമൻറ്റ് ചെയ്യട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.